ഹായ് ഓൾ. ഹൈബ്രിഡ് വാഹനങ്ങളിൽ കൂടുതൽ മൈലേജ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ വണ്ടി ഹൈക്രോസ് ആണ്. ഇതിൽ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എനിക്കൊരു 18 to 20 രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അത് കിട്ടാനുള്ള റീസൺ എന്താ വെച്ചാൽ ഞാൻ മാക്സിമം EV യൂസ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കാറ്. അത് നമ്മൾ നല്ല ഫാസ്റ്റ് പോയാലും തുടക്കം സമയത്തൊന്നും അങ്ങനെ ഉണ്ടായില്ല, അത്രയും മൈലേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് മനസ്സിലായത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ കൂടുതലും EV യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആക്സിലേറ്റർ നല്ല രീതിയിൽ കൊടുത്താലും നല്ല സ്പീഡിൽ പോയാലും നമ്മളൊരു പർട്ടിക്കുലർ ലെവലെത്തുമ്പോൾ കാലൊന്ന് പയ്യെ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി EVയിലേക്ക് കണക്റ്റഡ് ആവും. EVയിലേക്ക് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ മാക്സിമം മൈലേജ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഹൈബ്രിഡ് വാഹനങ്ങൾ മൈലേജ് കിട്ടണമെങ്കിൽ EV മാക്സിമം യൂസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും നല്ലൊരു മൈലേജ് നമ്മൾ പ്രതീക്ഷിക്കരുത്. കാല് കൊടുത്ത് സാധാ വണ്ടി പോകുന്ന പോലെ ഹൈബ്രിഡിൽ പോയി കഴിഞ്ഞിട്ട് മൈലേജ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിൽ റീസൺ ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും സ്മൂത്ത് ആയിട്ടായിരിക്കും പിന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റുക. EV എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം മൈലേജ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് എൻ്റെ വണ്ടിക്ക് എനിക്ക് മാക്സിമം മൈലേജ് കിട്ടുന്നത്. ഷട്ടിൽ ഓട്ടങ്ങളൊക്കെ പോയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൈലേജ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും മാനേജ് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹൈബ്രിഡ് വാഹനങ്ങൾ എപ്പോഴും ഇലക്ട്രിക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ അത് മാക്സിമം ഇലക്ട്രിക്കലി തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. ഒരുപാട് കാലം കൊടുത്താൽ നമുക്കത് കിട്ടില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 60, 70, 80 വേണമെങ്കിലും പോയിട്ടും EVയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? വേറെ ഒന്നും അല്ല, അത്രയും ഫാസ്റ്റിലേക്ക് പോയിട്ട് എപ്പോൾ ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റുന്നോ സ്പോട്ടിൽ EVയിലേക്ക് കണക്റ്റഡ് ആവും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പീഡും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ല 20 തന്നെ അല്ലെങ്കിൽ 40, 30 പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ് എൻ്റെ വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ വീഡിയോ ഇടുകയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു കാര്യം ഇട്ടത്. ഓക്കെ, താങ്ക് യു.